വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം വിതരണം ചെയ്തെന്ന് BJPക്കെതിരെയും പരാതി ഉയർന്നു. പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ 1-ാം വാർഡിലാണ് ഈ പരാതി ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കാം. എന്നാൽ ഇത് കുപ്രചരണം എന്നാണ് BJPയുടെ പ്രതികരണം. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ശരിയല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആളുകൾക്ക് മദ്യവും ഭക്ഷണവും പണവും കൊടുത്ത് വോട്ട് സ്വാധീനിച്ച് അധികാരത്തിലേക്ക് വരുന്ന സിസ്റ്റം ശരിയല്ല. നിഷ്പക്ഷപാതികളായ ജനങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിച്ച ചിഹ്നത്തിൽ ആഗ്രഹിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ. പക്ഷേ അതില്ലാതാക്കിക്കൊണ്ട് വോട്ട് സ്വാധീനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ട് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ ആ പാർട്ടിക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ കഴിയുന്ന സമയങ്ങളിൽ അതാത് ദിവസത്തെ പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഞങ്ങൾ ഈ ഭവനത്തിൽ കൂടാറുണ്ട്. പിന്നെ മറ്റെന്താ സംഭവം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. പുറത്തെന്തൊക്കെയോ കുപ്രചരണങ്ങൾ നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട്. മദ്യം വിതരണം ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഈ പാർട്ടി ഓഫീസിൽ മദ്യം വിതരണം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഉന്നതിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവർ സ്വല്പം മദ്യപിക്കുന്നവരൊക്കെ ആയിരിക്കാം. പിന്നെ ഇവിടെ വരുന്നവർക്കൊരു ഗ്ലാസ് കാപ്പി കൊടുക്കുക എന്നൊക്കെ ഞങ്ങളുടെ ഒരു മര്യാദയായിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും മദ്യം കൊണ്ടുവന്നോ എവിടെയെങ്കിലും വെച്ച് കഴിച്ചോ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മാറി നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചോ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയല്ല. ഞങ്ങളേതായാലും ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഈ വക യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയതായിട്ട് ഒരറിവില്ല. വയനാട് തിരുനെല്ലിക്ക് സമീപം മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് CPM-നെതിരെയും പരാതി ഉയർന്നു. എന്നാൽ UDF ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയാണെന്നാണ് LDF പറയുന്നത്. തിരുനെല്ലി നെടുന്തന ഉന്നതിയിലെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. SKN പലയിടങ്ങളിലും മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ആദ്യത്തെ വാർത്ത തിരുനെല്ലിയിലേതാണ്. തിരുനെല്ലിയിൽ മദ്യം വിതരണം ചെയ്യാൻ ശ്രമിച്ചു നെടുന്തന എന്ന് പറയുന്ന ഒരു ഉന്നതിയുണ്ട്. ആ ഉന്നതിയിൽ ഇന്നലെ രാത്രി എത്തി CPM പ്രവർത്തകർ മദ്യം വിതരണം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമാണ് UDF ഉന്നയിക്കുന്നത്. അർദ്ധരാത്രി എത്തി എന്നുള്ളതാണ് ആക്ഷേപം. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രദേശത്ത് നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. അതേസമയം ഇത് LDF നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LDF പറയുന്നത് അവിടെ എത്തിയ UDF പ്രവർത്തകരെ അവിടെ നിന്ന് ഉന്നതിയിൽ ഊരുമൂപ്പനടക്കം അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അത് തർക്കമുണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF പറയുന്നു. ഇത്തരത്തിൽ മദ്യം വിതരണം ചെയ്യാൻ ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് LDF വ്യക്തമാക്കുന്നത്. ഇതിനിടെ മറ്റൊരു ആക്ഷേപം ഉയർന്നിട്ടുള്ളത് നെയ്ക്കുപ്പയിൽ നിന്നാണ്. അത് ദൃശ്യങ്ങൾ സഹിതം ആണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. നെയ്ക്കുപ്പ 1-ാം വാർഡ്, പൂതാടി പഞ്ചായത്തിൽ 1-ാം വാർഡാണ് ഇത്. BJP വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ, ഓഫീസിന് വേണ്ടി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ്. അതിന് പിറകിലായി മദ്യവിതരണം നടന്നു എന്നുള്ളത് ദൃശ്യങ്ങളടക്കം പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പരാതി നൽകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ MLA തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അതേസമയം BJP നേതാക്കൾ പറയുന്ന കാര്യം ഇത് മദ്യവിതരണം നടന്നിട്ടില്ല എന്നുള്ളതാണ് BJP പറയുന്ന ആക്ഷേപം. BJPക്കെതിരെ കുപ്രചരണമാണ് നടക്കുന്നതെന്ന് വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കാട്ടുകുഴി വ്യക്തമാക്കുന്നുണ്ട്. എവിടെയും BJP മദ്യം വിതരണം ചെയ്തിട്ടില്ല. ഇത്തരം കുപ്രചരണങ്ങൾ ബാധിക്കില്ല എന്നുള്ളതാണ് BJP നേതൃത്വം പറയുന്നത്. നേരത്തെ ഈ കൽപ്പറ്റ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ അരി വിതരണം ചെയ്യാൻ വേണ്ടി കിറ്റുകൾ എത്തിച്ച സംഭവം വിവാദമായിരുന്നു. ഇത്തരത്തിൽ അരി, പലവ്യഞ്ജനങ്ങൾ, മദ്യം ഇതെല്ലാം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ വിവിധ മുന്നണികൾ തമ്മിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.